നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സംശയങ്ങളായതുകൊണ്ട് മാത്രം ഞാനതിപ്പോ നിന്നോട് പറയുന്നില്ല. എന്തായാലും ആ വാള് പോയ വഴിയെ നമുക്കൊന്ന് പോണം. രാജലക്ഷ്മിയുടെ സന്തോഷത്തിന്റെ നാളുകളെല്ലാം എന്റെ മകന്റെ മരണത്തോടെ തീർന്നു. എന്റെ തറവാടിന്റെ സമ്പത്തും ഐശ്വര്യമായിരുന്ന ആ ഉടവാള് മോഷ്ടിച്ചവര് എന്റെ മോനെയും കൊന്നു. ഈ തറവാടിന്റെ അസ്ഥിവാരം ഇളക്കി. ഇന്നലെ പൂജാമുറിക്ക് തീ പിടിച്ചു. ഈ തറവാടിന്റെ എല്ലാ ആചാരങ്ങളും കത്തി നശിച്ചു. ചെമ്പകമംഗലം ഇല്ലാതാവുകയാ. രാജലക്ഷ്മി, ശാപം കിട്ടിയ ചില ജന്മങ്ങൾ ഈ തറവാട്ടിലേക്ക് വലിഞ്ഞു കയറിയതിന് ദൈവം തന്ന ശിക്ഷയായത്. ഞാനിത് അനുഭവിക്കണം. മോളെ മീനാക്ഷി, മോശമായിപ്പോയി മേത്, വളരെ മോശമായിപ്പോയി. മോളെ, എന്തിനാ നീ കരയുന്നത്? കരയാതെ. എനിക്കും വല്ലാത്ത സങ്കടമുണ്ട്. അമ്മയല്ല, മറ്റാരെങ്കിലും ആണ് അത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ക്ഷമിക്കില്ലായിരുന്നു. പോട്ടെ. ദേ, നിന്റെ മുത്തശ്ശി മനോവേദന കൊണ്ട് പറഞ്ഞു പോയതായിരിക്കും. എന്റെ മോളത് ക്ഷമിച്ചേക്ക്. എന്റെ മനസ്സിനെ കുത്തിക്കേറി കൊന്നിട്ടാണോ മുത്തശ്ശിയുടെ മനോവേദന തീർക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. മുത്തശ്ശി ഇത് എപ്പോഴെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ വാള് മോഷ്ടിച്ചത് ഞാനാണെന്ന് തന്നെയാ മുത്തശ്ശി ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത്. ഈ മുത്തശ്ശിക്കൊന്ന് ചിന്തിച്ചൂടെ? എനിക്ക് എന്തിനോടെ വാള്? എനിക്കും കൂടി അവകാശമുള്ളതാ ആ വാള്. അത് ഞാൻ എന്തിനു മോഷ്ടിക്കണം? മോളിങ്ങനെ വിഷമിക്കാതെ. ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും അമ്മ? എന്നൊരു കള്ളിയായിട്ട് എല്ലാവരും കാണുന്ന. ഇനി അവിടെ വാള് മോഷ്ടിച്ചവരെ ഞാൻ തന്നെ കണ്ടെത്തണമല്ലോ ഈശ്വര. ആ വാള് എവിടെ കൊണ്ടുപോയി അവൾ ഒളിപ്പിച്ചിരിക്കുന്നത്? ആര്? ആ മൈഥിലി. 100 കോടി വില വരുന്ന വാള് മൈഥിലി മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഇതുപോലെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലൊക്കെ വന്ന് കിടക്കുവോ? അമ്മ പറഞ്ഞു വരുന്നത്? അവൾ ആ വാള് മോഷ്ടിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല മോളെ. പിന്നെ എന്താ അമ്മ എന്താ ആലോചിക്കുന്നത്?
മോളെ, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. സംശയങ്ങളായതുകൊണ്ട് മാത്രം ഞാനതിപ്പോ നിന്നോട് പറയുന്നില്ല. എന്തായാലും ആ വാള് പോയ വഴിയെ നമുക്കൊന്ന് പോണം. വരട്ടെ. അയ്യോ, എന്റെ കുഞ്ഞ്. എടോ, അയ്യോ, മുത്തശ്ശിയുടെ മോള് കരയല്ലേ? അയ്യോ, അയ്യടോ. ചക്കര കുട്ടി. ആ, ഓ, പോട്ട് 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 പോട്ട്. കരയല്ലേ? അയ്യോ, എന്തിനാ മോള് കരയുന്നേ? അയ്യോ, കരയല്ലേ? ഇങ്ങനെ അല്ലെങ്കിൽ കരയാവോ? തന്നെ ഇങ്ങനെ കരയുന്നത് ഒരുതരം നാണക്കേടല്ലേ? ആ. പെൺകുട്ടികൾക്ക് ചേർന്ന പണിയാണോ ഇത്? എന്താ പെൺകുഞ്ഞുങ്ങൾക്ക് കരയാൻ പാടില്ലെന്ന് മുത്തച്ഛനോട് ചോദിച്ചേ. മുത്തേ, പൊന്നേ, മുത്തശ്ശിയുടെ നക്ഷത്രം കിട്ടി. വൈകമോളുടെ ഈ മുത്തശ്ശി നല്ല ഒന്നാന്തരമായി താരാട്ടുപാട്ട് പാടും. കാളരാഗത്തിലല്ല, നല്ല കുയിൽ നാദത്തിൽ. കുഞ്ഞിന്റെ ഈ മുത്തശ്ശനെ മഹാഭാരയാ. വളരുമ്പോഴേ കരുതി നടന്നോണം. ആ താരാട്ട് പാട് രാജലക്ഷ്മി. പണ്ട് ജയരാമനെ പാടി ഉറക്കിയിരുന്ന ആ താരാട്ടുപാട്ട്. ആ, പാടാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.